എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. അല്ലടോ, ഈ അറിഞ്ഞില്ലേ നമ്മുടെ ഗഫൂർ മുതലാളിക്ക് എന്തോ പുതിയ അവാർഡ് കിട്ടാൻ പോണെന്ന്? ഏത് ഗഫൂർ മുതലാളി? ഈ ഏത് നാട്ടുകാരനാടോ? അനക്കറിയില്ലേ നമ്മുടെ ഗഫൂർ മുതലാളിനെ? എടോ, ഗഫൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ മുതലാളി നമ്മള് ഗഫൂർക്കാ. ആ, നമ്മുടെ ഗഫൂർക്ക. ആ, മനസ്സിലായി മനസ്സിലായി. മൂപ്പരല്ലേ ഇപ്പൊ കേരളം മൊത്തം ഓടിയത്? ഏതാണ്ട് 600 കിലോമീറ്റർ ഓടിയെന്നാ കേട്ടത് നേരാ. തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് വരെ അദ്ദേഹം ഓടി. അതൊരു ഒന്നൊന്നര ഓട്ടായി പോയല്ലോ. ഇങ്ങനെയൊക്കെ ഓടിയ ആർക്കും അവാർഡ് കിട്ടിപ്പോവും. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് മൂപ്പര് വെറുതെ ഓടിയതാ നിങ്ങളെ വിചാരം? അപ്പൊ അങ്ങനെയാണല്ലേ? ബെസ്റ്റ്. മൂപ്പരെ പോലൊരു കച്ചവടക്കാരൻ വെറുതെ കണ്ട അങ്ങനെ 600 കിലോമീറ്റർ ഒന്നും ഓടൂല. നിങ്ങൾ പറഞ്ഞത് നേരാ. വല്ല പത്മശ്രീയോ ഡോക്ടറേറ്റ് പദവിയോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരിക്കും. പത്മശ്രീ തേങ്ങാക്കോല. എടാ, മൂപ്പരെ ബിസിനസ്സിൽ നാട്ടുകാര് കൊറേ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് അറിയാലോ. പിന്നെ ഈ ഞാൻ തന്നെ 1.5 ലക്ഷം ഇട്ടിട്ടുണ്ട്. അങ്ങനെ പറ. അപ്പോ നമ്മുടെ ഗഫൂർ മുതലാളി എന്തോ ആവശ്യത്തിന് തിരുവനന്തപുരത്ത് പോയപ്പോ ഏതോ നിക്ഷേപകൻ, അതായത് മൂപ്പരെ സ്ഥാപനത്തിൽ പൈസ ഇട്ട ആളെ കാശ് തിരികെ ചോദിച്ചു. അപ്പൊ അതിന്റെ പേരിൽ വർത്തമാനായി. അങ്ങനെ തല്ല് കിട്ടുന്ന ഉറപ്പായപ്പോ മൂപ്പര് ഓടി. ആ ഓട്ടം പിന്നെ അവസാനിച്ചത് അടുത്ത ജില്ലയിലാ. അവിടുത്തെ നാട്ടുകാരും നിക്ഷേപത്തുക തിരികെ ചോദിച്ചപ്പോ മൂപ്പര് അവിടുന്ന് ഓടി. അങ്ങനെ ഓടി കൊച്ചിയിലും തൃശ്ശൂരിലും കോഴിക്കോടും ഒക്കെ എത്തി. എല്ലായിടത്തും പ്രശ്നം തന്നെ. ചുരുക്കി പറഞ്ഞ മൂപ്പര് എവിടെ ചെന്നാലും തല്ല് കിട്ടുമെന്ന് ഉറപ്പായപ്പോ ഓടി തുടങ്ങിയതാ അല്ലേ? നിങ്ങൾ വെറുതെ ഒരു നല്ല മനുഷ്യനെ കുറിച്ച് കുറ്റം പറയരുത് കേട്ടോ. പാവം കിട്ടും. മൂപ്പർ ഓടുന്നത് കണ്ടറിയാ. നല്ല പ്രൊഫഷണലിസം ഉണ്ട്. ഓടുമ്പോ ഇടുന്ന ട്രൗസറും ബനിയനും ഓടാനായിട്ട് ഇറക്കി തന്നെയാണ്. എടാ ബടുക്കൂസേ, ആ ട്രൗസറിന്റെ ബനിയന്റെയും പുറമെ മുണ്ടും ഷർട്ടും ഉണ്ടായിരുന്നതാ. അതൊക്കെ നാട്ടുകാർ വലിച്ചു കീറി. അങ്ങനെ മൂപ്പര് വീണത് വിദ്യയാക്കി. ഓടി ഓടി മൂപ്പര് ഇപ്പൊ വീട്ടിലെത്തിന്നാ കേട്ടത്. ദേ, നമ്മുടെ ഗഫൂർ മുതലാളിയല്ലേ ഓടുന്നത്? ഇങ്ങോട്ടാണല്ലോ വരുന്നത്. എന്തു പറ്റി ഗഫൂർക്ക? നിങ്ങളുടെ ഓട്ടം ഇതുവരെ കഴിഞ്ഞില്ലേ? 600 കിലോമീറ്റർ ഓടി ഒരേലെത്തിയപ്പോ ഞമ്മളെ കെട്ടിയോളം ഞമ്മൾ ഓടിച്ച്. ഓളെ മാല ഞമ്മള് പണ്ട് പണയം വെച്ചിന് പോലും ഇപ്പൊ അത് കിട്ടണമെന്ന് പറഞ്ഞ് ഓളും ഞമ്മൾ ഓടിച്ച്. അവാ, ഞമ്മള് കെട്ടിയോളം തല്ലാൻ വരുന്നേ പഠിച്ചോനെ. ഇങ്ങനെ ഓടുകയാണെങ്കിൽ മൂപ്പര് ഗിന്നസ് ബുക്ക് കേറും ഉറപ്പാ.